ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബാറാണെന്ന്. അതായത് ബാർക്കം റെസ്റ്റോറൻ്റാണ്, ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത് കയറേണ്ട വലിയ പുറത്തേന്ന് കാണും വലിയ ഹോട്ടൽ, പുറത്തുനിന്ന് ചെറിയൊരു ഹോട്ടലാണ്. അതെന്തുകൊണ്ടാണെന്ന് ഇത് മുംബൈയിലാണ്. മുംബൈയിൽ അങ്ങനെയാണ്, നമ്മൾ വലിയൊരു ഹോട്ടലായാലും എന്താ റെസ്റ്റോറൻ്റ് ആയാലും എങ്ങനെയാണെങ്കിലും ചെറിയൊരു സ്പേഷ്യസിലൂടെയാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു. ഹൈദരാബാദിൽ നിന്ന് വെച്ചാൽ അവിടുത്തെ എന്തോ സ്പെഷ്യൽ ടൈപ്പാണ്, എന്തോ മസാലയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 320 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റും. ഞാൻ കഴിച്ച പോലെ തന്നെ എല്ലാ ഹൈദരാബാദ് ബിരിയാണിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാലയും ഓരോ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളും കാണാൻ പറ്റും. പിന്നെ ഇത് സാധാരണ ഹൈദരാബാദ് ബിരിയാണിൻ്റെ അത്ര ക്വാണ്ടിറ്റി കണ്ടില്ല, ചിലപ്പോൾ ബാറായത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടച്ചിങ്സ് ആയിട്ട് ഉള്ളത് കണ്ടെങ്കിൽ ബിരിയാണി ഇഷ്ടമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരം ബിരിയാണികൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ബിരിയാണി എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഓർഡർ ചെയ്തത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് തന്തൂരിയാണ്. തന്തൂരി എന്ന് പറയും, ലൈക്ക് എന്താ പറയുക ഗ്രില്ലെന്ന് പറയും. അപ്പോൾ ഇതിന് 6 പീസ് ഉണ്ട്. 6 പീസിന് ഏകദേശം ഒരു 350 റുപ്യേൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ജ്യൂസി ടൈപ്പ് എന്നെല്ലാം പറഞ്ഞത്, അത് ഞാൻ അന്നേരമാണ് കണ്ടത്. ഒരു അങ്ങനത്തെ ഒരു ഇതുണ്ട്. മസാല കുഴപ്പമില്ല, പിന്നെ നല്ല ചൂടുള്ളതുകൊണ്ട് കൈ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ എന്താ പറയുക സ്റ്റാർട്ടറായിട്ട് വരേണ്ട സാധനങ്ങൾ അവസാനം കിട്ടിയത് കുഴപ്പമില്ലായിരുന്നു.